വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 13-ാം അധ്യായം 13-ാമത്തെ വാക്യം. എൻ്റെ നാമനിമിത്തം എല്ലാവരും നിങ്ങളെ പകയ്ക്കും, എന്നാൽ അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ, ആദിയെങ്കിലും ഇപ്പോഴും എന്നേക്കുമുള്ള പ്രകാരം തന്നെ. ആമേൻ. കർത്താവിൻ്റെ പരിശുദ്ധ നാമം ധന്യമാകട്ടെ. ഒരു അനുഗ്രഹീത ദിനത്തിൻ്റെ പ്രഭാതം കൂടെ കണ്ട് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് നമുക്ക് കൃപ നൽകുന്നു. കർത്താവിൻ്റെ നാമം മഹത്വപ്പെടേണ്ടുന്നത് ലോകത്തിൻ്റെ ആവശ്യമാണ്, രക്ഷകൻ്റെ പദ്ധതിയാണ്. പരിശുദ്ധാത്മാവ് അതിലേക്ക് അങ്ങയുടെ സാന്നിധ്യത്തെ ഭൂലോകത്തിൻ്റെ അറ്റത്തോളം സാക്ഷ്യത്വത്തിലേക്ക് വഴി നടത്തുന്നു. തിരുവചനം വളരെ വ്യക്തതയോടുകൂടി ഓർമ്മിപ്പിക്കുന്നു, സകലരും അപൂർണരാകും. സഹോദരൻ സഹോദരനെയും അപ്പൻ മകനെയും മക്കളും അമ്മയപ്പന്മാരും ഒക്കെ പരസ്പരം കൊല്ലിക്കും. ബന്ധങ്ങൾ വിച്ഛേദിക്കപ്പെടും. ഇന്ന് നടമാടുന്ന യാഥാർത്ഥ്യങ്ങൾ അതേപടി യാഥാർത്ഥ്യമാകും. എന്നാൽ പരിശുദ്ധനായ പിതാവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ സഹനത്തിൻ്റെ പാതയിലൂടെ എൻ്റെ നാമനിമിത്തം എല്ലാവരും നിങ്ങളെ പകയ്ക്കുമ്പോൾ, സ്വയംപരിത്യാഗവും സഹനവും കർത്താവ് ശീലിപ്പിച്ചിരിക്കുമ്പോൾ അത് അനുവർത്തിക്കുന്ന ഏവരും രക്ഷപ്പെടും. സഹനത്തിൻ്റെ പാതയിലൂടെ യേശുവിൻ്റെ രക്ഷ കരഗതമാക്കുന്നതിന്, കർത്താവ് പരിശീലിച്ചതുപോലെ ഞങ്ങളും പരിശീലിക്കുന്നതിന്, വിജയം ജീവിത യാഥാർത്ഥ്യമാക്കുന്നതിന് കർത്താവ് നമുക്ക് കൃപ നൽകട്ടെ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കൃപയുള്ള പിതാവേ, വാഴ്ത്തപ്പെട്ട ദൈവമേ, അങ്ങയുടെ സന്നിധിയിൽ അടിയങ്ങൾ വിനയപ്പെടട്ടെ. അങ്ങയുടെ പാത സഹനത്തിൻ്റെ പാതയാണല്ലോ, സ്വയം പരിത്യാഗത്തിൻ്റെ പാതയാണല്ലോ. ബന്ധങ്ങളെല്ലാം വിച്ഛേദിക്കപ്പെടുമ്പോൾ, ചപ്പും ചവറും വന്ന് സകലരെ എണ്ണുമ്പോൾ, സ്വർഗീയ പരിജ്ഞാനം നൽകി സഹനശക്തിയോടുകൂടെ ജീവിത യാഥാർത്ഥ്യങ്ങളോട് താതാത്മ്യപ്പെടുവാൻ ഞങ്ങളെ ശക്തീകരിക്കണമേ. ലോകത്തിലെ സകലവും ക്ഷണികമാണെന്ന് തിരിച്ചറിയുവാൻ ഞങ്ങളെ പ്രാപ്തീകരിക്കണമേ. ക്ഷയിക്കാത്തതൊന്നുണ്ട്, കർത്താവുമായിട്ടുള്ള ആത്മബന്ധം. ആ കർത്താവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തി കർത്താവിൽ ആശ്രയം വെപ്പാൻ, അവസാനത്തോളം സഹിച്ചു നിൽക്കാൻ കർത്താവിൻ്റെ കൃപ ഞങ്ങൾക്ക് നൽകണമേ. കർത്താവ് യാഥാർത്ഥ്യമാക്കിയ സഹനത്തിൻ്റെ പാത ജീവിത യാഥാർത്ഥ്യമാക്കുന്നതിന് ഞങ്ങളെ ശക്തീകരിക്കണമേ. ലോക സാഹചര്യങ്ങളെല്ലാം ഇന്നീ കാണുന്ന തലത്തിലായി തീരുമ്പോൾ, പ്രശ്ന സങ്കീർണമാകുമ്പോൾ, അമ്മയപ്പന്മാർ തമ്മിലുള്ള ബന്ധം പോലും കരാളഹസ്തങ്ങളുടെ ബന്ധങ്ങളായിട്ട് മാറുമ്പോൾ, അതിനതീതമായിട്ട് സ്വർഗീയ ബന്ധത്തെ ജീവിത യാഥാർത്ഥ്യമാക്കുവാൻ അങ്ങ് ഞങ്ങളെ ശക്തീകരിക്കണം. ലോകത്തിൽ കഷ്ടമുണ്ട്, ധൈര്യപ്പെടുവിൻ. സകല കഷ്ടങ്ങളെ അതിജീവിച്ച കർത്താവിനോട് പറ്റിച്ചേരുവിൻ. ആ കർത്താവിൽ അഭയം തേടുവാൻ ഞങ്ങളെ ശക്തീകരിക്കണമേ. അതിലൂടെ ഞങ്ങളുടെ ജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടുവാൻ, ജീവിതയാത്രകൾ അനുഗ്രഹിക്കപ്പെടുവാൻ, ഈ ലോകത്തിലെ സകലത്തെയും ലോകത്തിൻ്റെതായി കാണുവാൻ, അതിനതീതമായിട്ട് കർത്താവിൽ ആശ്രയം വയ്പ്പാൻ സഹായിക്കണമേ. ക്രൂശിൻ്റെ മറവളം മറയ്ക്കണം. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ. ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപ, പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം, പരിശുദ്ധാത്മ സംസർഗം നമുക്ക് തുണയായിരിക്കുമാറാകട്ടെ. ആമേൻ.